പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ? ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പോകേണ്ട. ഇത്രയും കാലം തല ഉയർത്തിപ്പിടിച്ചതല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പുറമേ നിന്ന് കിട്ടിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. 10-15 കൊല്ലമായിട്ട് കടിച്ചു പിടിച്ച് മാറ്റി വെച്ച ജീവിതം ശരിക്കും നമ്മൾ തുടങ്ങാൻ പോവാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ടാണോ? ദേ, നിങ്ങളുടെ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ ഗേൾ. കിടന്നു. ജീവിതം നമുക്ക് നാളെ തുടങ്ങാം. ഇവിടെ വേദനയുണ്ടോ? കുറച്ച്. ഇവിടെയോ? കുറച്ച്. അപ്പൊ എഴുന്നേറ്റിരിക്കേ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? ഡോക്ടർ. ഓ, നീ അതോടെ വെച്ചോൻ്റെ നന്ദ. 5-8 കൊല്ലായതാ. വേറൊരെണ്ണം വാങ്ങാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേടായത് വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ശീലേ പണ്ട് ദുബായിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് നന്നാക്കാൻ കൊടുത്താലേ പുതിയത് വാങ്ങണേൽ കാശാവും. ഇനിയിപ്പം മെക്കാനിക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ. മരുന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞ പത്യവും ചിട്ടയും ഒന്നും തെറ്റണ്ട. ഉത്സാഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് താഴെ പോകാതെ നോക്കണം. ശരി ഡോക്ടർ. ആഹാ, ഇത് ശരിയായി അല്ലേ? അപ്പൊ ഇതിന് കുറച്ചുകൂടി കാലം ഓടുമല്ലോ എന്നെ പോലെ. അച്ഛൻ ഫുൾ കണ്ടീഷൻ അല്ലേ, നിറയെ പേഷ്യൻസും ഇഷ്ടം പോലെ കാശും. കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വേൾഡ് ടൂർ പോകാനുള്ളതാ. ഓഹോ, വയസ്സുകാലത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വയസ്സായ മക്കൾ തന്നെ നോക്കണമെന്ന് വാശി പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട. മക്കളുടെ കാര്യം നോക്കുക. ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അതെങ്ങനെ ശരിയാവുക? മക്കളെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ. പ്രായമായി എന്ന് കരുതി അതിനിളവൊന്നും വേണ്ട. ഓ, അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിത് റെസ്റ്റ് എടുക്കാമല്ലോ. അതിന് വിരോധമൊന്നുമില്ല. നീ ഇന്ന് ഫ്രീ ആണോ? ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ അല്ലേ? മാധവൻ നമ്പൂതിരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വന്നിരുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരിക്കും ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പഴയ പോലെ വർക്ക്ഷോപ്പ് തന്നെയാണോ? ഏയ്, അതൊന്നും ഇനി ശരിയാവില്ല. ഒരു ഓർഗാനിക് കറി പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ. വേൾഡ് ടൂറൊക്കെ ഞാൻ സഫാരി ചാനലിൽ കാണുന്നുണ്ട്. കാശൊക്കെ കുറച്ചൊക്കെ എൻ്റെ ഉണ്ടാവും. അച്ഛനല്ലേ എൻ്റെ ധൈര്യം. കാശൊന്നും ആവശ്യമില്ല അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഉഷാറായിട്ട് കൂടെ ഉണ്ടായാൽ മതി. പുകയില വേണ്ടല്ലോ അല്ലേ? പുകയില ഇല്ലാണ്ട് എന്ത് മുറുക്കാനാ? ഒന്ന് മുറുക്കിന്ന് തോന്നണമെങ്കിൽ പുകയില വേണം. ആവാം. താൻ ഇതും കൊണ്ടൊന്ന് അകത്തേക്ക് പോവുക. ആ ഡോക്ടർ കണ്ടാ പിന്നെ അത് മതി. പോയിക്കൊള്ളുക. ഒന്ന് ഏകാവട്ടെ. കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറിലാണല്ലോ തിരുമേനി. കിടപ്പാണെന്ന് പറഞ്ഞാലല്ലേ ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് എഴുന്നുള്ളൂ. ഓ, ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് കാണണം തോന്നി. എന്നാൽ ചില അസ്വസ്ഥതകളൊന്നും ഇല്ല. ഇയാൾ ദുബായിലല്ലേ? പോന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായി. അച്ഛനൊരു കൂട്ടായല്ലോ. എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു വിഷമം? ഇത്തിരി അജീർണുണ്ട്. ശോധനയും വളരെ കമ്മി. മൂത്രത്തിൽ ചെറുതായ ഒരു മഞ്ഞുണ്ടോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്താ? വടക്കേ തൊടിയിൽ കീഴാർനെല്ലി ഉണ്ടാവും. കുറച്ച് തഴുതാമ്യം പറിച്ചോളൂ. തഴുതാമ വേണോ? അതെന്താ കീഴാർനെല്ലി സമ്മതിക്കില്ലേ? ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? പേരക്കുട്ടികൾ കൽക്കത്തയിൽ വന്നിരുന്നു. അവര് ബാറ്റ് കളിക്കുമ്പോൾ ഞാൻ ഇറങ്ങി 2 അടി അടിച്ചു. 3ാമത്തെ അടിക്ക് ഒരൊറ്റ പിടുത്താണ് ഈ ഭാഗം. ഭയങ്കര വേദന, അനക്കാൻ വയ്യ. തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അയ്യോ, അങ്ങനെ ഇതൊരു മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലേ? അതിന് ഈ മെക്കാനിക്ക് മതി. എന്താ ഒന്ന് നോക്കി. ഇയാൾ മതിയോ? ഇയാൾ കുറെ നാളെ എൻ്റെ കൂടെ നടന്നതല്ലേ? തിരുമേനി, ഇവിടെ അല്ലേ വേദന എന്ന് പറഞ്ഞ? ശിവനെ
ശരിയായല്ലോ. ഓ കൊള്ളാലോ മെക്കാനിക്ക്. നന്നായി നടന്നിരുന്നുമില്ല. കോമ്പറ്റീഷൻ കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടു. ഈ മെഷീൻസ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണല്ലോ അല്ലേ? പിന്നെ നല്ല ഡിമാൻഡുള്ള സമയത്തെ 24 മണിക്കൂർ ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യും. ഒരു കുഴപ്പമുണ്ടാവില്ല, അത്രയ്ക്ക് ഗ്യാരണ്ടിയാ. ഞാൻ അങ്ങനെ ഇവിടെ വരാറില്ലേ, എല്ലാം നോക്കി നടത്തുന്നത് രാമൻകുട്ടിയാ. മൂപ്പർക്ക് 2 തടിമില്ലാണ്, ഫുൾ ടൈം ശ്രദ്ധ അതില്ല. അങ്ങനെ അത് പൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് കഷ്ടത്തിലായത് ഞാനാ. 30 വർഷം ഞാനിവിടെ ജോലി ചെയ്യണ ആളാണ്. ഇവിടുത്തെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ മണം അടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. രാമൻകുട്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാ. നിങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതും ഫ്രീ ആയിട്ട് എടുത്തോ. വാ. അതെ, ഇനി പാക്ക് ചെയ്യണ മെഷീനൊക്കെ അപ്പുറത്തുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് 5-6 കൊല്ലമേ ആയുള്ളൂ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓ അതെ, ഈ പൊടിമില്ല് നടത്തി പൊടിയടിക്കാനാണോ ദുബായിൽ നിന്ന് ഇവിടെ വരെ വന്നത്? ഇതിലും ഭേദം എൻ്റെ ഊബറാണ്. ഈ കാണുന്ന പോലെയൊന്നും അല്ല ലോറൻസേ. നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഗതി മാറും, മൊത്തം കളർഫുൾ ആവും. എൻ്റെ മനസ്സിൽ ഇവിടുത്തെ മെഷീൻസ് ഒക്കെ ഇപ്പം തന്നെ ഓണായി കഴിഞ്ഞു. നാളത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. സമയത്ത് തന്നെ സ്ട്രെങ്ത് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തണം. മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. അതെ, ഒന്ന് പെട്ടെന്ന് വരാമോ? ഇറ്റ്സ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു അമ്മച്ചി. യു കാരോ. ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്, ഇറ്റാലിയൻ മസാജ് ചെയർ. വാവ്, ഗ്രേറ്റ്. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ദാ ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാ മതി. പണ്ട് ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സദ്യയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴേ വിവരം അറിയുന്നത് വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് ഈ ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ എന്താ അമ്മച്ചി, അമ്മച്ചി ഇങ്ങോട്ടിരുന്നാട്ടെ. നീ കഴിക്കുന്നു? ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റിങ്. ഹലോ, സൈലന്റിലാണ്ട് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിൽ നിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാം. വാ, നിങ്ങൾ കഴിക്കേ. സോറി.